മോളെ, അയ്യോ, എന്തെങ്കിലും പറ്റിയോ? മോളെ, എന്തെങ്കിലും പറ്റിയോ? സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ മോളെ? അതെ, അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് വഴക്കം പിടിച്ച് മാറി നിന്നിട്ട് കാര്യമില്ല. കുട്ടികളെ നോക്കണം. ഇല്ലെങ്കിലേ സന്തോഷിക്കാനായിട്ട് ബീച്ചിലെത്തുന്നവർക്ക് സങ്കടം കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ഞങ്ങള് നിത്യവും കാണുന്നോണ്ടായി പറയുന്നത്. വീട്ടിൽ നിന്നും സുരമയോടെ ഇറങ്ങും, വഴിയിൽ വെച്ച് അടിവെക്കും. ബീച്ചിലെത്തുമ്പോൾ പരസ്പരം അടിവെച്ച് രണ്ട് ഭാഗത്ത് ചെന്നിരിക്കും. കുട്ടികൾ പാവങ്ങള്, ഇവരിതുവല്ലോ അറിയുന്നുണ്ടോ? വഴക്കം പിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല. അവർക്ക് പരസ്പരം വഴക്കിടാനല്ലേ സമയമുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ പരസ്പരം വഴക്കിടാതിരിക്കുക. ഞാനീ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനാ. പാവങ്ങള്, ഇവരെന്തു പിഴച്ചു? അതിന് ഞങ്ങള് മേഡം ഒന്നും പറയണ്ട. ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ ദിവസവും കാണുന്നതല്ലേ. ഇവിടെ അധികം നിൽക്കണ്ട, തിരക്ക് നല്ല ശക്തി കൂടുതലാ. അതെ, വഴക്കം പിണക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ദേ കടല് കയറി വരുന്നത് കണ്ടില്ലേ? അങ്ങോട്ടെങ്ങാനും ഉരുണ്ടു പോയിരുന്നെങ്കിലോ? മേഡത്തിന്റെ കുട്ടിയാണോ ഇത്? അങ്കിളെ, അങ്കിളിനെ മനസ്സിലായോ? അന്ന് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന അങ്കിളല്ലേ? അങ്കിളെ, അങ്കിളിന്റെ അസുഖമൊക്കെ മാറിയോ? മാറി. എന്റെയും മാറി. പിന്നെ അങ്കിളെ, വിഷ്ണുച്ചൻ ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞത് അസുഖം മാറിയ വിഷ്ണുസിനെ കണ്ടുപിടിച്ചു തരാന്ന്. പറയങ്ങളെ, വിഷ്ണുസിനെ കണ്ടുപിടിച്ചു തരോ? മക്കളെ വാ, നമുക്ക് പോവാം. നിക്കമ്മേ, ഈ അങ്കിള് നമുക്ക് വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരും. പപ്പി വരാനല്ലേ പറഞ്ഞേ? വാ, വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരണേ.